നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗത്തെ സമർപ്പിക്കുക. നാട്ടുകാരോ വീട്ടുകാരോ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, വലത് കരത്തിൽ നിന്റെ നിയോഗം അതിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ നിയോഗത്തെ ഒരു പ്രാർത്ഥനയാക്കി അത് സമർപ്പിക്കുക. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങളുടെ നിയോഗത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള വചനം വിശ്വാസത്തോടെ അത് പ്രഖ്യാപിക്കണം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ഹല്ലേലൂയ. ഈ ശുശ്രൂഷ സമയം ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ സ്തോത്രഗീതം ഞങ്ങൾ ഏറ്റെടുക്കുന്നു, പ്രഖ്യാപിക്കുന്നു, വിശ്വസിക്കുന്നു. ഹല്ലേലൂയ.